അനീഷാണ് ടാസ്ക് ബുക്ക് വായിക്കുന്നത്. ടിക്കറ്റ് ഫിനാലേക്ക് മുന്നോടിയായി ചുവട് വയ്ക്കുന്ന നിങ്ങൾക്കുള്ള ടാസ്ക്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വാക്കിംഗ് ട്രെയിൽ ഉണ്ടായിരിക്കും. നൽകിയ ബാറ്റിൽ ഒരു ബോൾ ഹോൾഡ് ചെയ്ത് ബാറ്റ് കയ്യിൽ പിടിച്ച ശേഷം വാക്കിംഗ് ഏരിയയിലൂടെ നടന്ന് എതിർവശത്തുള്ള ബൗളിൽ ബോൾ നിക്ഷേപിക്കുക എന്നതാണ് ടാസ്ക്. ബോൾ താഴെ വീണാൽ മത്സരം വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് 3 ചാൻസാണുള്ളത്. ഇത്തരത്തിൽ ആരാണോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് ലൈനിലെത്തി ബോൾ അവിടെയുള്ള ബൗളിൽ നിക്ഷേപിക്കുന്നത് ആ വ്യക്തിയായിരിക്കും മത്സരത്തിലെ വിജയി. എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോയി. ആദ്യമായിട്ട് ടാസ്കിൽ പങ്കെടുക്കാൻ വന്നത് ഷാനവാസാണ്. ഷാനവാസ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ബോൾ അതിലിട്ട് കഴിഞ്ഞു. അങ്ങനെ ഷാനവാസ് ജയിച്ച്. രണ്ടാമത് അനീഷാണ്. അനീഷ് ആദ്യം പിടിച്ചപ്പോഴും കൈകൊണ്ട് തട്ടി പിടിച്ചു. എല്ലാവരും പറയുന്നുണ്ട് കൈ തട്ടുന്നു. പക്ഷേ അനീഷ് ബോൾ അതിനകത്ത് ഇട്ടതിന് ശേഷം ബിഗ് ബോസ് വിളിച്ച് പറയുന്നു അനീഷ് രണ്ടാമത് ചെയ്യാൻ പറയുന്നു. അനീഷ് രണ്ടാമത് പിടിച്ചപ്പോഴും ബോൾ അനീഷിൻ്റെ വിരലിൽ താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. വീണ്ടും ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് രണ്ടാമതും ചെയ്യാനെന്ന്. മൂന്നാമത്തെ പ്രാവശ്യവും അനീഷ് ബോൾ കയ്യിൽ താങ്ങി. പക്ഷേ പകുതി വഴിയിലെത്തിയപ്പം കയ്യിൽ തട്ടാതെ അനീഷ് കൊണ്ട് ബൗളിലിട്ട്. അക്ബറൊക്കെ പറയുന്ന കൈ പിടിക്കുന്നുണ്ടെന്ന്. പക്ഷേ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. മൂന്നാമത് വന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ 3 ചാൻസും പോയി. ലക്ഷ്മിക്ക് ഇടാൻ പറ്റിയില്ല. നാലാമത് വന്നത് ആദിലയാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആദില ബൗളിലിട്ട് കഴിഞ്ഞ്. പിന്നീട് വന്നത് സാബുമോനാണ്. 3 പ്രാവശ്യം സാബുമോൻ ട്രൈ ചെയ്ത് വീഴ്ത്താൻ പറ്റിയില്ല. പിന്നീട് വന്നത് അക്ബറാണ്. അക്ബർ ആദ്യത്തെ തവണ പോയി. രണ്ടാമത്തെ തവണ അക്ബറിന് ആ ബോളിടാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നത് ആര്യനാണ്. ആര്യൻ്റെ 2 ചാൻസും പോയി. മൂന്നാമത്തെ ചാൻസിൽ ആര്യന് ബോളിടാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നത് നൂറയാണ്. നൂറ ഫസ്റ്റ് ടൈമിൽ തന്നെ നൂറയ്ക്ക് അത് ഇടാൻ പറ്റിയിട്ടുണ്ട്. അക്ബർ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നതാണോ എന്ന്. അടുത്തത് വന്നത് അനിമോളാണ്. അനിമോളും ആദ്യ റൗണ്ടിൽ തന്നെ ബോളിടാൻ പറ്റി. പിന്നീട് വന്നത് നിവിനാണ്. നിവിൻ ഭയങ്കര ഫാസ്റ്റായിട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് ചോദിക്കുന്നത് ആരാണ് ജയിച്ചതെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. എല്ലാവരും നിവിൻ്റെ പേരും ആദിലയുടെ പേരുമാണ് പറഞ്ഞത്. ബിഗ് ബോസ് പറഞ്ഞു 10 സെക്കൻഡിൽ നിവിനാണ് ഇട്ടത്. കേവലം 10 സെക്കൻഡുകൾക്കുള്ളിൽ നിവിനാണ് വിജയി എന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.